ആദ്യമായി തന്നെ ഈ മാതാവിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യക്ഷത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് ഈശോയോടും അമ്മ മാതാവിനോടും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് പ്രിൻസി ജേസൻ. ഞാൻ വയനാട് സെൻറ്റ് ജോസഫ് വൈത്തിരി ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ മകനാണ്, അമൽ എന്നാണ് അവൻ്റെ പേര്. ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് ഓഗസ്റ്റ് 1, 2022 അന്ന് ഞാൻ എൻ്റെ മോളെയും കൂട്ടിയിട്ടാണ് വന്ന് ഉടമ്പടി എടുത്തത്. അവൾക്ക് +2 കഴിഞ്ഞിട്ട് ഒരു എന്താണ് ചെയ്യേണ്ടതെന്നും അറിയാത്തൊരവസ്ഥയിലാണ് ഞാൻ അവളെയും കൊണ്ട് മാതാവിൻ്റെ അടുത്ത് വന്നത്. മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൾ 2023 UK പഠിക്കാനായിട്ട് പോയി. ഇപ്പോൾ അവൾ അവിടെ ആയിട്ട് 3 വർഷമായി, 3ാമത്തെ വർഷമാണ് അവളവിടെ പഠിക്കുന്നത്. അവളുടെ എല്ലാ കാര്യങ്ങളും അമ്മ മാതാവ് എനിക്ക് സാധിപ്പിച്ച് തന്നിട്ടുണ്ട്. അടുത്തതായി ഞാൻ ജോലിക്ക്, വിദേശത്തൊരു ജോലിക്ക് വേണ്ടിയിട്ട് 3 വർഷമായി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് കുറേ എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും എല്ലാം ഉണ്ട്. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, എല്ലാം എൻ്റെ റിജക്റ്റായി പോവുകയായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും മാതാവിൻ്റെ അടുത്ത് ഞാൻ കണ്ടിന്യൂസ് ഉടമ്പടി 3 മാസം വന്ന് ഞാൻ പുതുക്കായിരുന്നു. ഞാൻ വീണ്ടും മാതാവിനോട് വീണ്ടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് കുവൈറ്റിലോട്ട് ഒരു ജോലി ശരിയാവുകയും അതിൻ്റെ തന്നെ പ്രൊമെട്രിക് എക്സാം ഞാൻ 2 വട്ടം എഴുതി ഞാൻ ഫെയിലായി. ഞാൻ എൻ്റെ മാത്രം കഴിവിൽ ആശ്രയിച്ച് പോയിട്ടാണ് ഞാൻ എഴുതിയത്. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നെങ്കിലും ഞാൻ കൂടുതൽ പഠിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഈസി ആയൊരു പേപ്പറായിരുന്നു. പക്ഷേ ഞാൻ 2 മാർക്കിന് ഞാൻ തോറ്റുപോയി. ഞങ്ങൾക്ക് 90 മാർക്കാണ് എൻ്റെ ജോലിക്ക് വേണ്ടത്. 3ാമത്തെ വട്ടം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ ഞാൻ 90 കൊന്ത ചെല്ലും, കാരണം 90 ജപമാല ഞാൻ ചെല്ലും, 90 ക്വസ്റ്റ്യൻ എൻ്റെ നീ ശരിയാക്കി തരണം. മാതാവിനോട് ഞാൻ വാശി പിടിച്ചു. 150 ക്വസ്റ്റ്യനാണ്. ഓരോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നന്മ നിറഞ്ഞ മറിയം 150 പ്രാവശ്യം ഓരോ പ്രാവശ്യം ഞാൻ ചൊല്ലിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് 3ാമത്തെ വട്ടം എൻ്റെ കഴിവല്ല, അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രം ഞാൻ എക്സാം പാസ്സായി. എനിക്ക് വിസ വന്നു. അടുത്ത വെള്ളിയാഴ്ച പുലർച്ചെ ഞാൻ കുവൈറ്റിൽ ജോലിക്ക് പോവുകയാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് അച്ഛൻ പറയുന്നത് എപ്പോഴും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ അന്വർത്ഥമായി. ഞാൻ എൻ്റെ കഴിവല്ല, അമ്മയുടെ ഒറ്റ സഹായം കൊണ്ട് മാത്രമാണ് ഞാൻ ആ എക്സാം പാസ്സായത്. ഞാൻ റേഡിയോഗ്രാഫറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കുവൈറ്റിലൊരു ഹോസ്പിറ്റലിലോട്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ ഇതെൻ്റെ മകനാണ്. ഇവനും +2 കഴിഞ്ഞിട്ട് ഇവൻ്റെ കാര്യം ഞാൻ മാതാവിൻ്റെ അടുത്ത് നിയോഗത്തിൽ വെച്ചിരുന്നു. അതിൻ്റെ ഫലമായി ഇവൻ അടുത്ത ചൊവ്വാഴ്ച ജർമ്മനിയിലോട്ട് പഠിക്കാൻ പോവുകയാണ്. ഇവൻ IT ഫീൽഡാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവൻ്റെ ഓഫർ ലെറ്ററൊക്കെ വന്ന് ഞങ്ങൾ കുറച്ച് പൈസ 3 ലക്ഷം രൂപയോളം ഞങ്ങൾ ഫീസ് അടച്ചായിരുന്നു. പക്ഷേ ഞങ്ങൾ വിചാരിച്ച പോലെ ഞങ്ങൾക്ക് ലോണ് സാങ്ഷൻ ആയില്ല. അങ്ങനെ ഇവൻ്റെ വിസ കുറച്ച് വിഷമത്തിലൊക്കെ ആയിരുന്നു. അപ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്ന് വലഞ്ഞാലും കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് യാതൊരു തടസ്സവും ഉണ്ടാകില്ല എന്നുള്ള വചനത്തിൽ ഞാൻ മുറുക്കെ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. എൻ്റെ മോനെ വേറെ കുറച്ച് പൈസ ശരിയായി അവൻ്റെ വിസയ്ക്ക് വെച്ചു. ഇപ്പം അവൻ ചൊവ്വാഴ്ച ജർമ്മനിയിലോട്ട് പഠിക്കാൻ പോവുകയാണ്. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഭൗതികമായ കാര്യങ്ങളെക്കാൾ കൂടുതൽ ഒരു കൊന്തയൊക്കെ ഞാൻ ചെല്ലാറുള്ളൂ ഉടമ്പടിക്ക് മുമ്പായിട്ട്. ഇപ്പോൾ ഞാൻ ദിവസവും കുർബാനയ്ക്ക് പോകും. പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും ഞാൻ മുൻപന്തിയിലുണ്ടാകും. ഞാനൊരു ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ എല്ലാ രോഗികളോടും സൗമ്യമായും അവർക്കെല്ലാ ആവശ്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. ഉടമ്പടി പത്രം ഞാൻ ജോലിക്ക് പോകുന്നത് ഞാൻ വണ്ടിയിലാണ്. ഞാൻ വഴിയിൽ കാണുന്നിടത്തൊക്കെ നിർത്തി, ഞാൻ വയനാടാണ് എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ജോലിക്കാർ രാവിലെ പോകുന്ന സമയമായിരിക്കും. അപ്പോൾ ഞാൻ അവർക്കൊക്കെ ഓരോരുത്തർക്കും നിർത്തി ഞാൻ ഉടമ്പടി പത്രം കൊടുക്കാറുണ്ട്. എൻ്റെ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്ക് ഞാൻ കൊടുക്കലുണ്ട്. ശമ്പളം കയറുമ്പോൾ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഡയാലിസിസ് രോഗികളെ ഞാൻ സഹായിക്കാറുണ്ട്. പലരുടെയും പൈസയ്ക്ക് ബുദ്ധിമുട്ട് കാണുമ്പോൾ ഞാൻ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു കുട്ടികളെ വളർത്തുന്ന ഒരു സ്ഥലമുണ്ട് തൃശ്ശൂർ. അവിടേക്ക് അവരായിട്ട് ഞാൻ സ്ഥിരമായിട്ട് കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്ക് ഓരോ മക്കൾക്കും പഠിക്കാനുള്ളൊരു പാക്കേജ് അവരെന്നോട് പറയും, നമുക്ക് പറ്റുന്നൊരു പാക്കേജിനുള്ള പൈസ നമുക്ക് കൊടുത്താൽ മതി. അത് ഞാൻ കൊടുക്കാറുണ്ട്. അങ്ങനെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് ഉയരത്തിലേക്ക് എത്താനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. എൻ്റെ മരണം വരെ ഈശോയുടെ മാതാവിൻ്റെ കൂടെ ഉടമ്പടിയിൽ ജീവിച്ചു കൊള്ളാമെന്ന് ഞാൻ അമ്മയോട് വാക്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും കുർബാനയ്ക്ക് ഞാൻ പോകാറുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. പിന്നെ രോഗികളുടെ ഹോസ്പിറ്റലായതുകൊണ്ട് എനിക്ക് വേറൊരു സ്ഥലത്തേക്കും രോഗികളെ ഞാൻ പോകാറില്ല. എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ വരുന്നവരെ, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നവരെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ അവരെല്ലാം സഹായിക്കാറുണ്ട്, പൈസയായിട്ടും ഈശോ. പിന്നെ ഞാനിവിടെ നിന്ന് വരുമ്പോൾ
കാശ് രൂപ അതൊക്കെ ഞാൻ മേടിച്ച് കൊണ്ടുവരലുണ്ട്. എന്നിട്ട് ഞാൻ അവിടെയുള്ളവർക്ക് പത്രത്തിൻ്റെ ഒപ്പം കാശ് രൂപ ഞാൻ കൊടുക്കലുണ്ട്. തിരി സാധനങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് മേടിച്ച് കൊണ്ടുപോയി അവർക്ക് കൊടുക്കാറുണ്ട്. ഇനിയും മുന്നോട്ട് അമ്മയുടെ സാക്ഷിയായിട്ട്, പ്രത്യക്ഷത്തിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കാനുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. 1 കൊറിന്ത്യൻസ് 15-ാം അധ്യായം 57-ാം വചനം. നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ വിജയം നമ്മുടെ ശക്തിയിലല്ല, ദൈവം നൽകുന്ന കൃപയിലാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ നടുവിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോഴും ദൈവസാന്നിധ്യം ഉണ്ടോ എന്ന് വിഷമിക്കുമ്പോഴുമെല്ലാം നമുക്കോർക്കാം, നമ്മുടെ വിജയം നമ്മുടെ ശക്തിയിലല്ല, ദൈവത്തിൻ്റെ കരങ്ങളിലാണ് എന്ന്. തോറ്റുപോകുന്ന അവസ്ഥകളിലും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാനും, ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മയുടെ ഇടപെടലിലൂടെ അമ്മ നമ്മളെ വിജയത്തിലേക്ക് നയിക്കുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് വേണ്ടത്. കാരണം നമ്മുടെ കൂടെയുള്ള ആ ദൈവ സാന്നിധ്യമാണ് ഉടമ്പടി മക്കളുടെ കൂടുതൽ ശക്തിയും ധൈര്യവും നൽകുന്നത്. ഉടമ്പടിയിൽ എല്ലാ ഉയർച്ചയും നമ്മുടെ ശക്തിയിലല്ല, ദൈവത്തിൻ്റെ കൃപയിൽ മാത്രമാണ്. പ്രിൻസി ജെയ്സൺ എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിലും 3 വർഷത്തോളവും വിദേശ രാജ്യത്തിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുകയും പ്രോമെട്രിക് എക്സാം 2 പ്രാവശ്യം എഴുതി 2 പ്രാവശ്യവും 2 മാർക്കിന് വേണ്ടിയാണ് ബുദ്ധിമുട്ടിയത്. പിന്നീട് സ്വയം തീരുമാനിക്കുകയാണ്, ഞാൻ കൂടുതൽ പഠനത്തിൽ ശ്രദ്ധിക്കുകയും പ്രാർത്ഥനയിൽ ശ്രദ്ധ കുറയ്ക്കുകയും കൂടുതൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയും പിന്നീട് ഉടമ്പടി ജീവിതം കൂടുതൽ തീക്ഷ്ണതയോടെ കൂടുതൽ വിശ്വസ്തയോടെ നയിക്കുകയും ചെയ്തതിന് ശേഷം 3ാമത്തെ അറ്റംപ്റ്റിൽ പ്രോമെട്രിക് എക്സാം പാസ്സാവുകയും ചെയ്തു. ഇവിടെ ഈ മകൾ പറയുന്നത് 90 കൊന്ത ചൊല്ലിയാണ് ഞാൻ ഈ ആഗ്രഹം സാധിച്ചു എന്നാണ്. പലപ്പോഴും ജോസഫ് അച്ഛൻ നമ്മോട് പറയാറുണ്ട്, വിശേഷവിധിയായിട്ട് നാം എന്താണ് ചെയ്യുന്നത്? ഓഫ് കോഴ്സ് ഇവിടെ നമ്മുടെ നിയോഗം ലഭിക്കുവാനായിരിക്കാം. പക്ഷെങ്കിൽ അച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട്, നമുക്ക് നിയോഗങ്ങൾക്ക് മാത്രമല്ല, ഈശോയ്ക്കുള്ള ആ സ്നേഹത്തെ പ്രതി, ദൈവം തരുന്ന ഓരോ അനുഗ്രഹങ്ങളെ പ്രതി നാം ദൈവത്തിന് വേണ്ടി എന്ത് കൊടുക്കുന്നു, എന്താണ് നമ്മളെ കൊണ്ട് ദൈവത്തിന് എന്ത് പ്രയോജനം എന്നാണ്. ഇവിടെ ഈ മകൾ ഒരു പക്ഷേ നിയോഗത്തിന് വേണ്ടിയായിരിക്കാം പ്രാർത്ഥിച്ചത്. 90 പ്രാവശ്യം കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും വീണ്ടും ഒരു വലിയൊരു ആത്മീയ ജീവിതത്തിലേക്ക് വന്നതിൻ്റെ ഫലമായിട്ട് പ്രോമെട്രിക് എക്സാം പാസ്സാവുകയും ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അടുത്ത 1 മെയ് കുവൈറ്റിലേക്ക് റേഡിയോഗ്രാഫറിൻ്റെ ജോലിയായിട്ട് പോവുകയാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് നന്ദി പറയുവാനായിട്ടാണ് അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. നമ്മൾ സ്വയം നമ്മെ തന്നെ ഒന്ന് ആത്മീയ ജീവിതത്തിൽ ദൃഢീകരിച്ച് ഒന്ന് നവീകരിച്ച് വിശുദ്ധീകരിച്ച് ജീവിക്കുമ്പോൾ ഈശോയുടെയും അമ്മയുടെയും കൃപ നമ്മിലേക്ക് വരികയാണ്. ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. ഇത് ദൈവത്തിൻ്റെ കൃപയാലാണ് എനിക്ക് ഇന്ന് ഈ ജോലി കിട്ടിയതും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് നന്ദി പറയുന്നു എന്നുമാണ്. കാരണം 3 വർഷം സാധിക്കാഞ്ഞ കാര്യമാണ്. ഉടമ്പടി എടുത്തതിന് ശേഷം പരിശുദ്ധ അമ്മയുടെ ഇൻ്റർസെഷൻ, അതായത് മധ്യസ്ഥതയിലൂടെ, ഇടപെടലിലൂടെ, ആ പ്രാർത്ഥനയിലൂടെ ജോലി ലഭിക്കുകയും അതുതന്നെയല്ല മകന് വേണ്ടിയിട്ടുള്ള ജർമ്മനിക്ക് പോകാനുള്ള സാധ്യത തുറന്നു കൊടുക്കുന്നതും ഉടമ്പടിയിൽ കൂടിയാണ്. സാമ്പത്തികമായിട്ട് വളരെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അവിടെയും ലോൺ കിട്ടിയില്ല. പക്ഷെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധികൾ തരണം ചെയ്യുമ്പോഴും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അമ്മ ഇടപെടുകയും ഈ മകന് ജർമ്മനിക്ക് പോകാനുള്ള വിസ റെഡിയാക്കി കൊടുക്കുകയുമായിരുന്നു. ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടിയിൽ കൂടുതൽ വിശ്വാസത്തോടെ നിലനിൽക്കാനും കൃപാസനം അമ്മയുടെ കരം പിടിച്ച് ദൈവത്തിൻ്റെ കൃപയിലൂടെ ആ വിജയം അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പ്രിൻസിക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.